ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചന മസാലയാണ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചന മസാലയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: നമ്മൾ വെള്ളക്കടല 200 ഗ്രാം എടുത്ത് 8 മണിക്കൂർ കുതിർത്ത് അതിനോടൊരു സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തതാണിത്. 2 സവാള അരിഞ്ഞെടുത്തത്, 2 തക്കാളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ ജീരകമാണ്. ഇത് 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, മല്ലിയില, എണ്ണ നമുക്ക് ആവശ്യത്തിന് എടുക്കാം, ഉപ്പ് അതുപോലെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് എടുക്കാം. നമ്മൾ പാത്രം വെച്ചു, എണ്ണ ചൂടായി, അതിലേക്ക് നമ്മൾ ഈ സവാള ഇട്ടു. സവാളയുടെ കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ഓൾറെഡി കടലയ്ക്കകത്ത് ഇട്ടുകൊണ്ട് നമുക്ക് പിന്നെ നോക്കിയിട്ട് മതി പിന്നെ ഉപ്പിടുന്നതായി. ഉള്ളി നമുക്ക് അധികം മൂക്കണ്ട, നമുക്കിത് പേസ്റ്റ് ആക്കാനുള്ളതാണ്, അരച്ചെടുക്കാനുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ട് തക്കാളിയോടെ നമുക്ക് നമ്മൾ ചെറിയ രീതിയിലിട്ട് വേവിക്കുകയായിരുന്നു. ഇപ്പോൾ തക്കാളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാലയോടെ നമുക്ക് ഇട്ടിട്ട് ഓരോ മസാലയായിട്ട് നമുക്ക് അതിനകത്തിലിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ മണം മാറി വരാൻ വേണ്ടി അല്പനേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിടാവും. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് പച്ചമണം മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി തണുക്കാൻ വെച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ മസാലയെല്ലാം ഉള്ളിയും വഴറ്റിയതും കൂടെ ശരിയായിട്ടുണ്ട്, തണുത്ത് വന്നു. നമുക്കത് മിക്സിയിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടെ ഒഴിക്കും. നമ്മൾ കടല വേവിച്ച വെള്ളമാണ്, അപ്പോൾ അത് കളയണ്ട. അതല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇതിൻ്റെ പേസ്റ്റ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മൾ ആ പാത്രം തന്നെ എടുക്കുകയാണ്, മസാലയൊക്കെ പിടിച്ചെടുപ്പുണ്ട്. അപ്പോൾ ആ പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് കുറച്ച് നമുക്ക് താളിക്കുന്നതിന് വേണ്ടിയുള്ള എണ്ണ, ഒരു 3/4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ജീരകം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ തീയിലായിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്ക് നമുക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് നിലക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ഉള്ളി, തക്കാളി, മസാലയെല്ലാം കൂടെ പേസ്റ്റ് ആക്കിയത് ഒഴിച്ച് കൊടുക്കും. നമ്മുടെ മസാലയെല്ലാം കൂടെ പാകമായിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിടും. വെള്ളം പോരാങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ഇച്ചിരി കിടപ്പുണ്ട്, ശകലം വെള്ളം. ചന മസാല അല്പം കുറുകിയിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് മല്ലിയിലയുടെ വിതറിയും എടുക്കാം. ചന മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്.